ഹായ് ഓൾ, വെൽക്കം ബാക്ക്. എന്തെല്ലാന്ന് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് കാണിക്കുന്നത്, ചെമ്മീൻ ചുക്ക. നമുക്കൊരു പാർട്ടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ബീഫ്, ചിക്കൻ, ചെമ്മീൻ ഇതൊക്കെ നിർബന്ധമായിരിക്കുമല്ലോ. ഓരോ ഐറ്റം എന്തായാലും നമ്മൾ ഉണ്ടാക്കുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പാർട്ടിയിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാനും പിന്നെ വീട്ടിൽ തന്നെ ഈ ഒരു ചുക്ക ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഒരു ഐറ്റവും വേണ്ട കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് ട്രൈ ചെയ്തിട്ടുള്ളത് നമ്മുടെ ഗീ റൈസില്ലേ, കുക്കർ ഗീ റൈസിൻ്റെ കൂടെയാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് എന്നാൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ ചുക്കയിലേക്ക് വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ ക്ലീൻ ചെയ്ത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വെള്ളം നല്ലപോലെ ഊറ്റിയിട്ട് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിതിലേക്കുള്ള മസാലകൾക്കായിട്ട് പൊടികൾ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇതാ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടി നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് എടുക്കാം. അതായത് എരിവുള്ളതും കശ്മീരി മിക്സ് ആയിട്ട് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ എരിവുള്ളത് മാത്രം എടുക്കാം. പിന്നെ ഇതാ 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, അത് നിങ്ങളുടെ മുളക് പൊടിയുടെ എരിവ് നോക്കിയിട്ട് മാത്രം ചേർക്കുക കേട്ടോ. അടുത്തത് ഒരു 4-5 അല്ലി വെളുത്തുള്ളി, ഒരു കുഞ്ഞു പീസ് ഇഞ്ചിയും, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള 1-2 പച്ചമുളകും, അതുപോലെ തന്നെ 1 ടീസ്പൂൺ വലിയ ജീരകവും കൂടി എല്ലാം കൂടി ചതച്ചിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഏകദേശം എല്ലാം കൂടി 1.25 ടേബിൾ സ്പൂൺ അങ്ങനെ ഉണ്ടാവും. പിന്നെ ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും ചേർത്തിട്ടുണ്ട്. പിന്നെ 3 വലിയ സവാളയാണ് നമ്മൾ ബിരിയാണിക്ക് ഫ്രൈ ചെയ്തെടുക്കുമല്ലോ, അതുപോലെ ഫ്രൈ ചെയ്ത് എടുത്തിട്ട് കൈകൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പൊടിച്ചിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ സവാള നിങ്ങൾക്ക് കൂട്ടാം, അതായത് മസാല കുറച്ച് കൂടുതൽ ടൈപ്പായിട്ട് വേണമെന്നുണ്ടെങ്കിൽ സവാളയുടെ എണ്ണം കൂട്ടാം അല്ലെങ്കിൽ കുറക്കാം, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാം കൂടി ചേർത്തിട്ട് നല്ലപോലെ കൈ കൊണ്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. നമ്മുടെ മസാലയുടെ പരിപാടി കഴിഞ്ഞ് കേട്ടോ. നല്ല സിമ്പിൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുപോലെ മിക്സാക്കുന്ന സമയത്ത് ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി കൈ കൊണ്ട് നല്ല രീതിയിൽ ഈ ഒരു രീതിയിൽ അങ്ങ് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നില്ല കേട്ടോ, ഡയറക്റ്റ് തന്നെ ചെയ്തെടുക്കാം. പിന്നെ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ല. പിന്നെ ചെമ്മീൻ ആയതുകൊണ്ട് ഓവർ അങ്ങനെ റെസ്റ്റിംഗ് ടൈമിൻ്റെ ആവശ്യമൊന്നും ഇല്ല കേട്ടോ, മസാല ഡയറക്റ്റ് പിടിച്ചോളും. അപ്പോൾ ഇതാ ഞാനിനി ഒരു കാസ്റ്റ് അയൺ പോട്ടാണ് വെച്ചിട്ടുണ്ടായത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഓയിലോ എന്താണോ ഇഷ്ടമുള്ളത് ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ചധികം തന്നെ കറിവേപ്പില പൊട്ടിച്ചു കൊടുക്കും. കറിവേപ്പിലയുടെ ഫ്ലേവർ ഇതിന് നല്ല ടേസ്റ്റാണ്. എന്നിട്ട് നമ്മുടെ മസാലയോട് കൂടി തന്നെ ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മസാല റെഡിയാക്കിയിട്ടുള്ള ബൗളിൽ ചെറുതായിട്ട് കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചിട്ട് ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഒട്ടും തന്നെ വേണ്ട, പക്ഷെ ആ ഒരു ബൗളിലുള്ള മസാലയും കൂടി ഇതിലേക്ക് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒഴിച്ചിട്ടുള്ളതാണ്. കാരണം ചെമ്മീൻ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങി കിട്ടുമല്ലോ. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് ആ ഒരു എണ്ണയിലൊന്ന് ചെമ്മീനൊന്ന് മിക്സ് ആക്കി എടുക്കുക. ആ ഒരു മസാലയുടെ കൂടി തന്നെ എണ്ണയിലൊന്ന് മിക്സ് ആക്കി എടുക്കുക. അങ്ങനെ നന്നായിട്ട് മിക്സാക്കി എടുത്തതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. ചെമ്മീൻ പെട്ടെന്ന് റെഡി ആവുമല്ലോ, ഒരുപാട് കുക്കിംഗ് ടൈമൊന്നും ഇല്ലല്ലോ ചെമ്മീൻ. പിന്നെ മസാലയൊക്കെ ഓൾറെഡി നമ്മൾ സവാള കാര്യങ്ങളൊക്കെ ഫ്രൈ ചെയ്തിട്ടതാണ്, പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇനിയിപ്പോൾ ഇത് ചെമ്മീൻ അത്യാവശ്യം നന്നായിട്ട് വെള്ളം ഇറങ്ങി വരും. ഇടയ്ക്കൊന്ന് ഇതുപോലെ അടുപ്പ് തുറന്നിട്ട് ഇളക്കിയിട്ട് കൊടുക്കാൻ നോക്കണേ, കാരണം നമ്മൾ ഒട്ടും തന്നെ വെള്ളമൊന്നും വേറെ എക്സ്ട്രാ ഒരുപാടൊന്നും ഒഴിച്ചില്ലല്ലോ, അതുകൊണ്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഇടയ്ക്ക് ഇതുപോലെ തുറന്നിട്ടൊക്കെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും അടച്ച് വെച്ച് കൊടുക്കുക. ചെമ്മീൻ കുക്കായി കഴിഞ്ഞതിന് ശേഷം പിന്നെ അടച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ചെമ്മീൻ കുക്കിംഗ് ടൈം വളരെ കുറവുള്ള ഒരു ഐറ്റം ആണല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റെഡിയായി കിട്ടും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നതിന് ഇനി ഈ ഒരു വെള്ളത്തിനെ വറ്റിച്ച് നമുക്ക് ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ, ചെമ്മീൻ ചുക്ക എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല വരട്ടി രീതിയിലാണ് വേണ്ടത്. നല്ല ചുക്ക് പോലെ ആക്കിയിട്ട് എടുക്കാമെന്ന് പറയുമല്ലോ, അതുപോലെ മസാലയൊക്കെ വരണ്ടിട്ടാണ് വേണ്ടത്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് വരട്ടിയെടുക്കാം. ചിലവർക്ക് ഓറ് ഡ്രൈ ആയിട്ടായിരിക്കും ഇഷ്ടം, ചിലവർക്ക് കുറച്ചൊരു മസാല ടൈപ്പ് ആയിരിക്കും ഇഷ്ടം. അത് നിങ്ങൾ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിച്ച് ഈ ഒരു രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇത് മൊത്തത്തിൽ കാണിക്കുമ്പോൾ ഒരുപാട് വീഡിയോ ലെങ്ത് ആയല്ലോ, അതുകൊണ്ട് തന്നെ ചുരുക്കിയിട്ട് കാണിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ കണ്ടില്ല, കളറൊക്കെ ഒന്ന് മാറി വരുന്ന രീതിയിലായി മുകളിലും സൈഡിലൊക്കെ ആയിട്ട് നന്നായിട്ട് എണ്ണ തെളിഞ്ഞ് വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് ഈ ഒരു രീതിയിലാകുമ്പോൾ തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്, കാരണം കുറച്ചുകൂടി ടൈം കഴിഞ്ഞിട്ടില്ലേ നമ്മൾ സെർവ് ചെയ്യുള്ളൂ. ആ ഒരു സമയം നമ്മൾക്ക് ഒന്നുകൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വരും കേട്ടോ, ചെറിയ രീതിയിൽ. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല സിമ്പിളായിട്ടുള്ള ഐറ്റമാണ്, സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനിന്ന് ഗീ റൈസാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കുക്കറിൽ സിമ്പിളായിട്ട് ഗീ റൈസ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള എൻ്റെ വീഡിയോ ഞാൻ പിണ്ട് കമൻറ്റായിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുന്ന തന്നെ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. വീണ്ടും വരെ അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്